ലൈവോ. പത്തനംതിട്ട കളഞ്ഞൂരിൽ 19-കാരി ഗായത്രിയുടെ മരണത്തിൽ അമ്മയ്ക്കൊപ്പം താമസിക്കുന്ന ആദർശിനെതിരെ ആരോപണവുമായി രണ്ടാനച്ഛൻ. പെൺകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ ദിവസം രാവിലെ വരെ ആദർശ് വീട്ടിലുണ്ടായിരുന്നു. അടൂരിലെ സൈനിക പരിശീലന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മകളെ പഠനത്തിന് അയക്കരുതെന്ന് നിർദ്ദേശിച്ചിരുന്നെന്നും രണ്ടാനച്ഛൻ ചന്ദ്രശേഖരൻ പറയും. കർണാടകയിൽ ജോലി ചെയ്യുകയായിരുന്ന രണ്ടാനച്ഛൻ ചന്ദ്രശേഖരൻ പിള്ളയാണ് ഗായത്രിയുടെ മരണത്തിൽ ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ഗായത്രിയുടെ അമ്മയ്ക്കൊപ്പം താമസിക്കുന്ന ആദർശ് എന്ന ആളെ സംശയമുണ്ടെന്ന് രണ്ടാനച്ഛൻ. എനിക്ക് രണ്ടുപേരെ സംശയമുണ്ട്. ഒന്ന് സ്ഥാപനത്തിലെ, മറ്റൊന്ന് ഇപ്പം ഈ സ്ത്രീയുടെ കൂട്ടത്തിൽ താമസിക്കുന്നവനെ സംശയമുണ്ട്. ആദർശ് അന്ന് ഞാൻ അന്വേഷിച്ചു. ഈ സംഭവം അറിഞ്ഞിട്ട് ഞാൻ ഇന്നലെ പലരെയും വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ഈ കുഞ്ഞ് മരിക്കുന്നതിൻ്റെ അന്ന് രാവിലെ വരെ ഈ ആദർശ് അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ സ്ത്രീ പറയുന്നത് അവൻ ഗോവയ്ക്ക് പോയെന്നാണ് പറയുന്നത്. ഒറ്റ ദിവസം കൊണ്ട് എങ്ങനെ ഇവിടുന്ന് ഗോവയ്ക്ക് ഓടി പോകുന്നതെന്ന് എനിക്കറിയത്തില്ല. അടൂരിൽ തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ മകളെ പഠനത്തിന് അയക്കരുതെന്ന് നിർദ്ദേശിച്ചിരുന്നുവെന്നും രണ്ടാനച്ഛൻ ചന്ദ്രശേഖരൻ. ഞാൻ പറഞ്ഞത് അവിടെ വിടല്ലെന്ന് പറഞ്ഞതാണ്. അത് ആ ഒരു പ്രശ്നം വെച്ചിട്ടാണ് ഞാനും ഈ പറയുന്ന രാജി, അതായത് എൻ്റെ ഭാര്യയായിരുന്നു ഈ രാജിയുമായിട്ട് തെറ്റിപ്പോകുന്നത്. ഞാൻ അന്വേഷിച്ചപ്പോൾ അവൻ്റെ ട്രാക്ക് റെക്കോർഡ് കറക്റ്റ് അല്ല നടത്തിപ്പുകാരുടെ. പോസ്റ്റ്മോർട്ടത്തിനു ശേഷം മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഗായത്രിയുടെ മൃതദേഹം ഇന്ന് പൊതുശ്മശാനത്തിൽ സംസ്കരിച്ചു. എന്നാൽ ഗായത്രിയുടെ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയെന്നാണ് പോലീസ് പറയുന്നത്. തന്റെ മരണത്തിൽ ആർക്കും പങ്കില്ല എന്ന് മാത്രമാണ് കുറിപ്പിലുള്ളതെന്നും അറിയുന്നു. സത്യാവസ്ഥ കണ്ടെത്താൻ 19-കാരിയുടെ ഫോണും പോലീസ് പരിശോധിക്കും. 24 പത്തനംതിട്ട.